Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽസ് കാർഡിൽ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ജിമ്മിൽ പ്രീ വർക്കൗട്ട് എടുത്ത് പോകുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രീ വർക്കൗട്ട് എടുത്ത് ജിമ്മിൽ പോകുന്നത് ശരിയല്ല എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പം പുള്ളി എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെങ്കിലും ഫിറ്റ്നസിനെ പറ്റിയിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനെയും ഫിറ്റ്നസിനെയും പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം പൊട്ടത്തരം മണ്ടത്തരം എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. നാച്ചുറൽസ് കാർഡിന്റെ വീഡിയോകളൊക്കെ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം ഭൂലോക മണ്ടത്തരങ്ങളാണ്. എന്തായാലും ആ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, സംഭവം എന്താണെന്ന് കാണാം. ഞാനെ പറ്റിയിട്ട് ഞാൻ പറയാം. വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ആളുകളും പ്രീ വർക്കൗട്ട് എടുക്കാറുണ്ട്. എന്നാൽ ഞാൻ പ്രീ വർക്കൗട്ട് മീൽ എടുക്കാറില്ല. കാരണം വർക്കൗട്ടിനെ ഞാൻ ഒരു ഹണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വേട്ടയാടലായിട്ടാണ് കാണുന്നത്. നമ്മുടെ പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ വർക്കൗട്ടിന് മുമ്പ് എല്ലാവരും പ്രീ വർക്കൗട്ട് എടുക്കുമെന്നാണ് പറയുന്നത്. വർക്കൗട്ടിന് മുമ്പ് എല്ലാവരും പ്രീ വർക്കൗട്ട് എടുക്കത്തില്ല. പ്രീ വർക്കൗട്ട് എടുക്കുന്നവരുണ്ട്, എടുക്കാത്തവരുണ്ട്. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഫുഡ് ഐറ്റങ്ങൾ മാത്രം കഴിച്ച് പ്രീ വർക്കൗട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ സപ്ലിമെന്റ്സ് രൂപത്തിൽ പ്രീ വർക്കൗട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും എടുക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ എല്ലാവരും എടുക്കുമെന്ന് പറയാൻ നമുക്ക് അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും എടുക്കുമെന്ന് അങ്ങനെ പറയും. കാരണം ഇതൊന്നും യൂസ് ചെയ്യാതെ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് നിയമം എന്ന് പറഞ്ഞാൽ ഈ വേട്ടയാടിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ലോകത്ത് ഒരു ജീവിയും വെട്ടി വിഴുങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വേട്ടയാടാൻ വേണ്ടി പോകാറില്ല. എല്ലാവരും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നൊരു ബീസ്റ്റിനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഹണ്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത്. നീ മാത്രമല്ല, പൊതുവേ എല്ലാവരും, ഇപ്പം ഞാനും പോകുന്നത് അങ്ങനെയാണ്. ജിമ്മിൽ ചെന്ന് ബീസ്റ്റ് പോലെ വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും പോകുന്നത്. അല്ലാതെ ജിമ്മിൽ ചെന്ന് കിടന്ന് ഒറോണമെന്ന് ആഗ്രഹിച്ചല്ല എല്ലാവരും പോകുന്നത്. അപ്പം ജിമ്മിൽ ചെന്ന് ഇത്രയും നല്ല ഇതായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുത്തുള്ള പ്രീ വർക്കൗട്ട് ആയാലും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ജിമ്മിൽ ചെന്ന് പോയി കിടന്ന് ഉറങ്ങാനല്ല എല്ലാവരും പോകുന്നത്. കുറച്ച് എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാണ് ജിമ്മിൽ ആൾക്കാർ പോകുന്നത്. ഒരു ചീറ്റപ്പുലി 6-7 തവണയാണ് മാനിന്റെ പിറകെ ഓടുന്നത്. 8ാമത്തെ തവണയായിരിക്കും മാനിനെ ചീറ്റപ്പുലിക്ക് കിട്ടുന്നത്. അപ്പോൾ ചീറ്റപ്പുലി പ്രീ വർക്കൗട്ട് കഴിച്ചിട്ടാണ് ഈ മാനിന്റെ പിറകെ കിടന്ന് ഓടുന്നത്. ഒരിക്കലും എന്തൊരു മണ്ടത്തരമാണെന്ന് പറയുന്നത്. പ്രകൃതി നിയമമാണ്, വേട്ട കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കേണ്ടത്. അതും ഒരു ചീറ്റപ്പുലിയെ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ചീറ്റപ്പുലിയെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചീറ്റപ്പുലി വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് വാവപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൾ മനുഷ്യന്മാരുമായിട്ടാണ് ഒരു മൃഗത്തെ കമ്പയർ ചെയ്യുന്നത്. അപ്പം എത്രത്തോളം തലയിൽ ഐക്യം ഉണ്ടെന്ന് നോക്കണം. എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത് നോക്കണം. ചീറ്റപ്പുലി അങ്ങനെ ആണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന ചീറ്റപ്പുലി വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പേ മനുഷ്യർ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് വർക്കൗട്ടിന് മുമ്പ് വാവപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചീറ്റപ്പുലി വാവപ്പ് ചെയ്യുന്നുണ്ടോ? വാപ്പ് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ടോ? ഈ ചീറ്റപ്പുലി സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ടോ? മനുഷ്യർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്ത് മനുഷ്യൻ മൃഗമെന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്തൊരു മണ്ടത്തരോടെ പറയുന്നത്. ഇപ്പം പ്രീ വർക്കൗട്ട് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ എന്താന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പം ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കേട്ട് നിങ്ങൾ പ്രീ വർക്കൗട്ട് എടുക്കാതെ, അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് ഫുഡ് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് പോലും കഴിക്കാതെ നിങ്ങൾ വർക്കൗട്ടിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ഫെയിൽ ആവും. അതുപോലെ വർക്കൗട്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് എനർജി നഷ്ടപ്പെടുകയും സ്റ്റാമിന നഷ്ടപ്പെടുകയും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടെ. എപ്പോഴും നമ്മൾ വർക്കൗട്ടിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ബോഡിക്ക് ഒരു എനർജി ലെവൽ ഒരു എനർജി എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബോഡിക്ക് കൊടുത്തിട്ട് പോയാൽ അത് നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. വർക്കൗട്ട് ടൈമിലുള്ള പെട്ടെന്നുള്ള റിക്കവറി, അതുപോലെ സ്റ്റാമിന, എൻഡുറൻസ്, അങ്ങനെ ഒരുപാട് മസിൽ റിക്കവറി, ഫാസ്റ്റ് റിക്കവറി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ പറയുന്നതൊക്കെ മണ്ടത്തരം കേട്ടിട്ട് നിങ്ങൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. ഒരു മൃഗമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്ന മനുഷ്യനെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ വർക്കൗട്ട് മീൽ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ടൈമിലെ എനർജി. ഇപ്പം വർക്കൗട്ട് ടൈമിൽ ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ വർക്കൗട്ട് ടൈമിലുള്ള പെട്ടെന്നുള്ള റിക്കവറി, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് പ്രീ വർക്കൗട്ട് മീല് നമ്മുടെ ബോഡിക്ക് പോകുന്ന അനുസരിച്ച് തന്നെ ആ ഒരു ടൈമിൽ പെട്ടെന്നുള്ള റിക്കവറി നടക്കും വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ. പിന്നെ അതുപോലെ നമ്മളെ വർക്കൗട്ട് ടൈമിലെ പെർഫോമൻസിനെയും അത് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ വർക്കൗട്ട് മീല് കൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രീ വർക്കൗട്ട് മീല് കൊടുക്കുന്നത് ബോഡിക്ക്. ഇപ്പം വർക്കൗട്ടിന് മുമ്പ് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ പ്രീ വർക്കൗട്ട് മീൽ എടുക്കുമ്പോൾ അത്രയും എനർജിയും വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാമിനയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഏത് പ്രീ വർക്കൗട്ട് ഫുഡാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് ജിമ്മിൽ കിട്ടുന്നതാണ്. ഇനി ഞാൻ പ്രീ വർക്കൗട്ട് കൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പ്രീ വർക്കൗട്ട് മീൽ നിങ്ങൾ എടുക്കുന്നത് കൊണ്ടുള്ള, പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും സപ്ലിമെന്റ്സ് ആണ് എല്ലാവരും മനസ്സിൽ ഓടി വരുന്നത്. സപ്ലിമെന്റ്സ് കൂടാതെ നാച്ചുറൽ ആയിട്ട് ഒരുപാട് പ്രീ വർക്കൗട്ട് ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ, ഏത്തപ്പഴം, അതുപോലെ തന്നെ ബീട്രൂട്ട്, അപ്പം ഓട്സ്, ഇതൊക്കെ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രീ വർക്കൗട്ടുകളാണ്.
പ്രീ വർക്കൗട്ട് മീൽ കൊണ്ടുള്ള നമ്മളെ ഫിസിക്കൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എനർജി ലെവൽ ഇൻക്രീസ് ആവും, എനർജി കൂടും. ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി നമുക്ക് അവിടെ ഇൻക്രീസ് ആവും. അപ്പം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജിമ്മിൽ ചെന്ന് ഇപ്പം സെറ്റ് കൂട്ടിയും റെപ്പ് കൂട്ടിയും അതുപോലെ വെയിറ്റ് കൂട്ടിയും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ തളർന്ന് നമുക്ക് അവിടെ നമ്മളെ ജിമ്മിൽ വർക്കൗട്ട് നിർത്തി നമുക്ക് വീട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻഡുറൻസ് ലെവൽ കൂടും. പ്രീ വർക്കൗട്ട് മീൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എൻഡുറൻസ് ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിക്കട്ടെ, അതൊരു 1.5 മണിക്കൂറിലേക്ക് പോകും. ഇപ്പം ഒരു 3 സെറ്റ് കളിക്കുന്ന ഒരാളാണെങ്കിൽ, വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 4 സെറ്റിലേക്ക് പോകും. അതുപോലെ 12 റെപ്പ് കളിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു 15 റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മളെ എൻഡ്യൂറൻസ് കൂടും. വർക്കൗട്ട് ടൈമിൽ നമ്മളെ എൻഡ്യൂറൻസ് കൂടും. അതുപോലെ നമ്മളെ സ്ട്രെങ്ത് കൂടും, മസിൽ സ്ട്രെങ്തും അതുപോലെ പവറും കൂടും. ഇപ്പം സ്ട്രെങ്തും പവറും ഉണ്ടെങ്കിൽ മാത്രമേ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ റിക്കവറി, ഫാസ്റ്റ് റിക്കവറി ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളെ മസിൽ റിക്കവറി നടക്കുന്നതായിരിക്കും. പ്രീ വർക്കൗട്ട് മീലിനകത്തൊക്കെ ഉള്ള ഓരോരോ ഗുണങ്ങൾ, ഇപ്പം BCAA പോലുള്ള അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയ ഫുഡുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രീ വർക്കൗട്ടായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫാസ്റ്റ് റിക്കവറി ആയിരിക്കും, പെട്ടെന്ന് തന്നെ മസിൽ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ ബെനിഫിറ്റുകൾ, പ്രീ വർക്കൗട്ട് മീൽ എടുക്കുന്നത് കൊണ്ടുള്ള ഫിസിക്കൽ ബെനിഫിറ്റുകൾ. ഇനി മെന്റൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ഫോക്കസ് ഇമ്പ്രൂവ് ആകും. മെന്റൽ ഫോക്കസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇമ്പ്രൂവ് ആകും. അപ്പം മെന്റൽ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്കൗട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എവിടെയും ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചുമ്മാ ഇരുന്ന് സമയം കളയുകയും അതുപോലെ മൊബൈലിലൊക്കെ യൂസ് ചെയ്ത് വർക്കൗട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ജിമ്മിൽ ചെന്ന് വെറുതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാതെ തിരിച്ചു വരേണ്ട അവസ്ഥ വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേഷൻ ഇൻക്രീസ് ആവും. മോട്ടിവേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ ചെന്ന് നല്ലപോലെ പെർഫോം ചെയ്യാനും നല്ലപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആവും. അപ്പോൾ മോട്ടിവേഷൻ, ഏതൊരു കാര്യത്തിനായാലും മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റൂ. ഇപ്പം ജിമ്മിൽ ചെന്ന് നല്ലപോലെ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ വെളിയിലൊക്കെ വെച്ചൊരു ജിം അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അത്യാവശ്യം നല്ല ബോഡിയും ഫിറ്റ്നസ് ഒരു ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ തോന്നും ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യാൻ. അപ്പം ആ മോട്ടിവേഷൻ ലെവലൊക്കെ ഇൻക്രീസ് ആവും, കൂടും. അതുപോലെ തന്നെ ആങ്സൈറ്റി റെഡ്യൂസ് ആവും. സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. പ്രീ വർക്കൗട്ട് മീൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും. വർക്കൗട്ട് ടൈമിലൊക്കെ സ്ട്രെസ് വെച്ചുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ട്രെസ് ഉണ്ടെങ്കിൽ വെയിറ്റ് പോവുകയും റെപ്പ് പോവുകയും, അപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അപ്പം ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും. ചിലപ്പോൾ ഡമ്പലൊക്കെ എടുത്ത് കാലിലൊക്കെ ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രീ വർക്കൗട്ട് മീൽ എടുക്കുന്നതുകൊണ്ടുള്ള മെന്റൽ ബെനിഫിറ്റുകൾ. അപ്പം ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രീ വർക്കൗട്ട് മീൽ എടുക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പ്രീ വർക്കൗട്ട് മീലൊക്കെ എടുക്കാതെ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ എടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കുറേ ഗുണങ്ങളൊക്കെ, ബെനിഫിറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് കൂടാതെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തായിപ്പോവും. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉറപ്പായിട്ട് ഇത് നിങ്ങളെ ജിം ബ്രോസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.